അമ്പുമല നഗറിലെ 26ഓളം കുടുംബങ്ങൾ യാത്രാ സൗകര്യമില്ലാതെ ഒറ്റപ്പെട്ട നിലയിൽ കണ്ണടച്ച് അധികൃതർ. ജനപ്രതിനിധികളുടെ വാഗ്ദാനങ്ങളും പാഴ്വാക്കായി. ചാലിയാർ പഞ്ചായത്തിലെ 12000 ഉൾവനത്തിൽ കഴിയുന്ന പണിയർ വിഭാഗത്തിൽപ്പെട്ട 26 കുടുംബങ്ങളിലെ 100ഓളം പേരാണ് റോഡ് സൗകര്യമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത്. മുൻപ് മൂലേപ്പാടം പാലക്കയം വഴി അമ്പുമല നഗറിലേക്ക് വനത്തിലൂടെ റോഡുണ്ടായിരുന്നു. എന്നാൽ വനത്തിനുള്ളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഈ റോഡ് തകർന്നതോടെയാണ് അമ്പുമല നഗർ നിവാസികൾ ഒറ്റപ്പെട്ടത്. പിന്നീട് മാറി മാറി വന്ന കളക്ടർമാർ, സ്ഥലം MLA, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ എല്ലാം റോഡ് വാഗ്ദാനം ചെയ്തു മടങ്ങിയെന്നല്ലാതെ റോഡ് മാത്രം യാഥാർത്ഥ്യമായില്ല. നിലവിൽ അമ്പുമല നഗറിൽ നിന്നും 2 കിലോമീറ്റർ കാൽനടയായി നടന്നു വേണം നിലമ്പൂർ നായാടംപൊയിൽ മലയോര പാതയിലേക്ക് എത്താൻ. മറ്റ് മാർഗങ്ങൾ ഒന്നുമില്ല. നേരത്തെ ഇവിടെ റോഡുണ്ടായിരുന്നുവെങ്കിലും സ്ഥലമുടമ റോഡിന് കുറുകെ ചെങ്ങലയിട്ടതിനാൽ ഉപയോഗിക്കാൻ കഴിയില്ല. സ്ഥലമുടമ റോഡിലെ ചെങ്ങല നീക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് അമ്പുമല നഗറിലെ സത്യൻ പറയുന്നു. എന്നാൽ ITDP അധികൃതർ അടക്കം നടപടി സ്വീകരിക്കുന്നില്ല. അമ്പുമല പ്രശ്നം നമുക്ക് റോഡിന്റെ പ്രശ്നമുള്ളൂ. ഇപ്പോൾ കിലോമീറ്റർ ഇവിടെ റോഡിലേക്ക് നടന്ന് വരേണ്ടി വരും. എന്തിനാകുമ്പോടെ നെൽമ്പൂരൊക്കെ പോകാൻ വേണ്ടിട്ട്. ഇപ്പൊ ബസ് കേത്തിരിക്കാതെ ആകുമ്പോളം പോകാൻ വേണ്ടിട്ട്. റോഡ് പണ്ടുണ്ടായിരുന്ന ഇപ്പൊ ഒക്കെ പോയില്ലേ റോഡൊക്കെ. ഇപ്പൊ റോഡ് പുതിയത് പോണ പറഞ്ഞിട്ട് വർഷങ്ങളായി, എന്നിട്ടും റോഡ് ശരിയായി കിട്ടില്ല നമ്മളെ. ഇപ്പൊ എപ്പോഴാ അതൊക്കെ ശരിയായി കിട്ടുമെന്ന് അറിയാല. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാല് മെയിൻ റോഡിലേക്ക് കിലോമീറ്ററോളം ചുവന്നോട്ട് വരേണ്ടി വരും. ഏറ്റിക്കൊണ്ടിരണം. അമ്പുമല നഗറിൽ ഒരാൾക്ക് അസുഖം വന്നാൽ കസേരയിൽ വെച്ച് ചുമന്നുകൊണ്ടുവരേണ്ട അവസ്ഥയാണ്. ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി കോടികൾ ചെലവഴിക്കുന്നുവെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവകാശപ്പെടുമ്പോഴും ഗതാഗത സൗകര്യം പോലും ഇല്ലാതെ 26 ആദിവാസി കുടുംബങ്ങൾ 12000 ഉൾവനത്തിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോ അതിന് എല്ലാവരും ഓടിപ്പോഞ്ഞ് നമ്മളെ കോളിഞ്ഞെത്തും. റോഡും വെള്ള സൗകര്യമൊക്കെ ശരിയാക്കി തരാന്ന് പറഞ്ഞ് ഇപ്പൊ വെള്ളത്തിനും ബുദ്ധിമുട്ടായി. വെള്ളമില്ല നമുക്ക്. പൈപ്പൊക്കെ ആദ്യം നേരത്തെ കിട്ടായിരുന്നു, അതൊക്കെ ആന കളഞ്ഞു. ഇപ്പൊ വെള്ളം തലക്കാലത്തിനൊക്കെ വെള്ളം അവിടുന്ന് കിട്ടും. ഇപ്പൊ റോഡിന്റെ പ്രശ്നമാണ്. റോഡില്ലാത്ത നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് റോഡിലൊക്കെ എത്തിക്കാൻ നമുക്ക് പറ്റുന്ന വലുതാ. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടുന്ന് ഏറ്റിക്കൊണ്ടിരുന്നത്. രാത്രി ഇങ്ങോട്ട് എന്തെങ്കിലും അസുഖം വന്നാൽ കൊണ്ടുവരാനും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ആനശല്യം ഉണ്ട് ഇവിടെ. രാത്രി ഒന്നും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് ഇവിടെ ഇതിലടച്ച പെർമിഷനൊക്കെ എന്തിനാ അടച്ചെന്ന് അറിയില്ല. വണ്ടി ഇറങ്ങി പോകുന്നത് കൊണ്ട് ആണോന്നും അറിയില്ല. കോളനിയിലേക്ക് എത്തൂല, നമ്മളെ പോയിന്റ് സൈഡ് വരെ എത്തും. എന്നാൽ അവിടെ വരെയെങ്കിലും റോഡ് കിട്ടിയ നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് റോഡിന്റെ അവിടെയൊക്കെ പോയിന്റ് സൈഡിലേക്ക് നമുക്ക് എത്തിക്കായിരുന്നു. എത്ര കുടുംബങ്ങളുണ്ട്? നമ്മളൊരു 26 കുടുംബങ്ങളുണ്ട് അവിടെ. A+ വിഷൻ, ചാലിയാർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്. ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവം. ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ്. ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.